ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റൊരു ദിവസമാണ് കേട്ടോ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ 4-5 ദിവസം മദ്രസയിൽ 2ാം ക്ലാസ്സുകാർക്ക് 6:30-ക്കാണ് കേട്ടോ പരീക്ഷ. അപ്പോൾ നേരത്തെ എണീക്കണം. പിന്നെ അവിടുന്ന് സ്കൂളിൽ 8:30-ക്ക് പോകാനാകുമ്പത്തിന് മദ്രസ വിട്ട് വന്നിട്ട് വേണം സ്കൂളിൽ പറഞ്ഞേക്കാൻ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ എല്ലാതും കഴിഞ്ഞു. സ്കൂളിൽ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഇന്ന് മീൻ കിട്ടിയിരിക്കണത് കൊഞ്ചാണ് കേട്ടോ. അതൊക്കെ നന്നാക്കി. പിന്നെ കൊഞ്ചായപ്പോൾ ഞാൻ കറിയൊന്നും വെച്ചില്ല, അത് പൊരിച്ചിക്കാണ്. മോൾക്ക് ഇഷ്ടം പൊരിച്ചതാണ്, അതുകൊണ്ട് പൊരിച്ചു. പിന്നെ ഒരു വെറും കറി വെച്ചിക്കാണ് ഇന്ന് കറി. പിന്നെ നമ്മളെ മുറ്റത്ത് ഇതാ ചെടികളൊക്കെ കുറേ ഞാൻ ഓരോ കീസ് കൂടി അതിലും ഇതിലൊക്കെ വെച്ചിക്കാണ് കേട്ടോ. പുതിയത് അതൊക്കെ ചിലതൊക്കെ കരിഞ്ഞ പോലെ, അതൊരു എന്തോ ഒരു വളർച്ച അല്ലാതെയൊക്കെ. അപ്പം അതിന്മേന്നൊക്കെ ഓരോ കൊമ്പുകൾ എടുത്തുങ്ങാണ്ട് ഞാൻ വേറെ മാറ്റി കുഴിച്ചിട്ടതാണ്. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ വേരൊക്കെ പിടിച്ചു തോന്നുന്നുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. പിന്നെ എന്നും നനക്കണോണ്ടും അല്ലാതെ കുഴപ്പമില്ല, അന്നേരം നനച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിന് ഇങ്ങനെ ഒരു പൂവ് കണ്ടോ, ഇതിന് മൂത്തിട്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ നമ്മളിവിടെ ഒരു മാവുണ്ട് കേട്ടോ, ഞാൻ നാളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് നിറയെ മാങ്ങ ഉണ്ട്. അതിങ്ങനെ അണ്ണാൻ തിന്നാണ്ട് കണ്ടോ, വലിയ വലിയ മാങ്ങകൾ. ഇതിൻ്റെ ചോട്ടിൽ എത്രയെന്നറിയോ, പിന്നെ കടിച്ച് ഇങ്ങോട്ട് ഇട്ടിക്കണ്. അതിൻ്റെ തൊലി മാത്രമേ തിന്നിട്ടുള്ളൂ, കണ്ടോ കിടക്കണ്. അപ്പോൾ കണ്ടാൽ നമുക്ക് സങ്കടം വരും. കുറച്ച് മേലെയാണ്, കൈ കൊണ്ടൊന്നും അങ്ങനെ പിച്ചാനോ അങ്ങനെയൊന്നും കിട്ടൂല കേട്ടോ. പിന്നെ ഈ മുളകും തൈ നമ്മൾ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് കോഴി കൊടുക്കാൻ കൊണ്ടുവന്നില്ലേ, പിന്നെ നമ്മൾ പൊരിച്ചണ ബജി മുളകില്ലേ, അതിൻ്റെ ഒരു മൂത്ത തൈ പിന്നെ ഒന്നുണ്ടായപ്പോൾ ഞാനത് അവിടെ വെറുതെ ഇങ്ങനെ ചീന്തിങ്ങാണ്ട് ഇട്ടീനു. അതിൻ്റെ കുരു മുളച്ചതാണോ എന്തോന്നറിയില്ല കേട്ടോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാനതിന് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചെടികളാണ്. ഇവിടെ നിന്ന് നമുക്ക് മുറ്റം നല്ലോണം കളച്ച് നിരത്താൻ പറ്റൂല കേട്ടോ. നമ്മളെ മുമ്പിൽ കടയാണ്, കടൻ്റെ മേലെ താമസക്കാരുണ്ടാവുകൊണ്ടേ അവർക്ക് പോണ വെള്ളപ്പൈപ്പൊക്കെ നമ്മളെ ഈ മുറ്റത്ത് കൂടെ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മുറ്റം അങ്ങോട്ട് നല്ലോണം കളച്ച് നന്നാക്കി അതിനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ തരിക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടി അങ്ങോട്ട് അമർത്തിക്കോളി, എന്നാലുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പക്കപ്പഴം നിങ്ങളെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വാഴകളുണ്ടായിരുന്നു. ഈ വാഴയൊക്കെ നമ്മളിതൊക്കെ കുലച്ച് വെട്ടിട്ടോ. അത് വെട്ടിയപ്പോൾ അതിൻ്റെ കന്നുകൾ കുറച്ച് പിന്നെ വിത്തുകളേ ഇല്ലതാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ കുറച്ചൊക്കെ അവിടെ തന്നെ വെച്ച് നിർത്തിയിരിക്കണ്, കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ അതിന് ഇച്ചിരി വളമേ എന്തൊക്കെയോ വാരിയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നനക്കാതെ എന്തായാലും പറ്റൂല. പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് നല്ലോണം കളച്ച് ഇവിടെ എല്ലാം മാറ്റിയിരിക്കണം. ഇവിടെ ഞാൻ കുറച്ച് പയറും പിന്നെ തക്കാളി തൈയും പച്ചമുളകിൻ്റെ തൈയും ഒക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നല്ലോണം മുളച്ച് വന്നിക്കണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. നമുക്ക് പയറൊക്കെ ഞാൻ കുറേ മുമ്പൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ട് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചൊക്കെ വെയിലും തട്ടും, നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഇങ്ങനത്തെ എല്ലാ ചെടികളൊക്കെ കുറേ അങ്ങോട്ട് പൂവൊക്കെ ആയാൽ പിന്നെ ഒരുമാതിരി ആകും, അതൊക്കെ കളയാനായിക്കണം. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ നനച്ചുള്ളിപ്പണി ഇന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നനച്ചുള്ളിപ്പണിക്ക് ഇന്നൊരു മടി, എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മടി. അപ്പം ഞാനിന്ന് എടുത്തിട്ടില്ല. പിന്നെ നാളെ ഇനിയിപ്പോൾ ഏതായാലും മല്ലിയും മുളകും പൊടിച്ചിട്ടില്ല, അത് പൊടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ അതിൻ്റെ പണിയും കൂടിയും കഴിച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ പണിയും നേരത്തെ ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞ ഓള് ഇച്ചൊരു സംഭവം പിന്നെ സ്പോൺസർ ചെയ്തിരിക്കണ്. അപ്പം സംഗതി എന്താണെന്നൊന്നും ഞാൻ ഇപ്പം പറയണില്ല. ഏതെങ്കിലും പിന്നെ 2-3-4 ദിവസം കഴിയട്ടെ. അപ്പം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു കേട്ടോ. അത് ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. സംഗതി എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയണില്ല. അപ്പോൾ കണ്ടിട്ട് നമ്മൾ ഈ അടുത്ത് കൂടെ എല്ലാവരൊക്കെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. അതിൻ്റെ വിശദമായ വീഡിയോസൊക്കെ ഞാൻ പിന്നെ ഇടും ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ തന്നെയാണ്. ഞാൻ പിന്നെ ചെടി നനച്ചും കൊണ്ടിരിക്കുകയാണ്. ചെടികളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇന്നലെ നനക്കാത്തതുകൊണ്ട്. പിന്നെ മക്കൾക്കാണെങ്കിൽ മദ്രസയിൽ പരീക്ഷ തുടങ്ങിയതുകൊണ്ട് സ്കൂളിലും ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് പഠിച്ചാൻ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു ദേഷ്യം പോലെയൊക്കെയാണ്. രണ്ടും കൂടി ആയപ്പോഴേ രണ്ടും പഠിച്ചണം. പിന്നെ സ്കൂളത്തെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം ഇതേപോലെ 17-ാം തീയതിയാണ് വരുന്നത്. അപ്പോഴത്തേന് എന്തായാലും മദ്രസ് പൂട്ടും. പക്ഷേ മദ്രസ് പൂട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് നോമ്പാവും. അപ്പോഴും പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തൊക്കെയാവും എന്തായാലും ശ്രമിച്ച് കുട്ടികൾ ഏതായാലും പരീക്ഷക്കൊക്കെ പാസ്സാകട്ടെ അല്ലേ. എല്ലാവരുടെ മക്കളും പഠിച്ചതൊക്കെ മനസ്സിൽ നിൽക്കാതെ ബുദ്ധിയും ഒക്കെ കൊടുക്കട്ടെ അല്ലാഹു കുട്ടികൾക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.